മിനാത്തുകളെ നമ്മൾ നല്ല ജാഗ്രത വേണമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു TV ചാനലിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ച ഞാൻ ശ്രദ്ധിച്ചു. ആ ചർച്ചയുടെ ഏറ്റവും കാതലായ വശം എന്ന് പറയുന്നത്, ഒരു പിതാവ് വന്നിട്ട് ആ പിതാവിന്റെ മകളുടെ കഥ പറയുകയാണ്. നമ്മൾ ഈ മദനീയത്തില് നമ്മൾ ഈ ഡ്രഗ്സിനെതിരെ, മയക്കുമരുന്നിനെതിരെ നിതാന്തർ ജാഗ്രത പാലിക്കാനുള്ള ഒരു ക്യാമ്പയിന് തന്നെ തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിലാണുള്ളത്. നിരവധി തവണ അതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളും ചർച്ചകളും സംസാരങ്ങളും നടക്കണം. ഈ പിതാവ് വന്നിട്ട് എന്താ പറയണത്? ആ പിതാവിന്റെ മകൾ നല്ല മോളായിരുന്നു, പഠിക്കുന്ന വളരെ ഉഷാറുള്ള ഒരു മോളായിരുന്നു, നല്ല കഴിവുള്ള മോളായിരുന്നു. പക്ഷേ ഒരു ദിവസം ഈ മകള് ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിന്റെ ഞരമ്പ് മുറിച്ചിട്ട് മരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ പിതാവ് അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രയും നല്ല നിലക്ക് വളർത്തിയ മോള് ഒരു നിലക്കും ആ മകള് ഒരു ഡ്രഗ്സിന്റെ, ഒരു മയക്കുമരുന്നിന്റെ കേന്ദ്രങ്ങളിൽ പെട്ടുപോകുമെന്ന് ഒരിക്കൽ പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ വളർന്നൊരു മോള്. രാത്രി സമയത്ത് ആ മകൾ എഴുന്നേറ്റ് നടക്കുകയാണത്ര. എവിടേക്കാണ് നടക്കുന്നത് എന്ന് ഈ പിതാവ് നോക്കുമ്പോ ഒരു വിജനമായ, വിശാലമായ വലിയൊരു ഗ്രൗണ്ടിലേക്കാണ് ഇവൾ നടന്നു പോകുന്നത്. ഈ ഗ്രൗണ്ടിലെത്തിയിട്ട് അവിടെ കുറെ ആളുകളുടെ കൂടെ ഈ മകൾ ആ ഡ്രഗ്സിന്റെ ആളുകളുടെ കൂടെ കൂടി അവരിൽ നിന്ന് ഈ സാധനം വാങ്ങി കഴിക്കുന്ന അവസ്ഥയാണ് ഈ പിതാവ് കാണേണ്ടി വരുന്നത്. മകളെ കുറിച്ചുള്ള അന്വേഷണം നടന്നു. എങ്ങനെയാണ് എന്റെ മകൾ ഇതിൽ എത്തിപ്പെട്ടത്? ഇദ്ദേഹം പറയാണ്, ഇനി എനിക്ക് പേടിയുണ്ട്, ഭീഷണിയുണ്ട്, നിങ്ങളെ ഞാൻ കൊന്നുകളയുമെന്ന് ഈ ആളുകൾ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. എങ്ങനെയാണ് ഇതുണ്ടായത്? അവിടെയാണ് ഇദ്ദേഹത്തിന്റെ അന്വേഷണം പോയത്. എങ്ങനെയാണ് എൻ്റെ മകള് ഈ വലിയ സംഘത്തിൽ എങ്ങനെ പെട്ടു? നമ്മളെല്ലാവരും നിതാന്ത ജാഗ്രത പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എൻ്റെ വീട്ടിൽ അത് ഉണ്ടാവൂല എന്ന് നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ വിചാരിക്കാത്ത വഴിയിൽ അത് കയറി വരികയാണ്. എന്താണ് ഈ ചെയ്തത്? ഈ മകള് ആ മകളുടെ കല്യാണപ്രായമായ സമയത്ത് നല്ല ഒരു വരന് വേണ്ടി മകളെ തെരഞ്ഞെടുക്കുമ്പോഴാണ് ഈ മകള് പറയും, എനിക്ക് ആ കല്യാണം വേണ്ട, ഇന്നാലിന്ന ആളെ വേണം. അപ്പോഴാണ് ഇതിനെ കുറിച്ചുള്ള ചിന്തകൾ ഈ ബാപ്പയ്ക്ക്, പിതാവിന് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് വന്നത് എന്ന് ചോദിച്ചാൽ, ഈ മകൾക്ക് ആദ്യമായി കൊടുത്തത് ഒരു ഡയറി മിൽക്ക് എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ്, അല്ലെങ്കിൽ കിൻഡർ ജോയ് എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ്. ആ ചോക്ലേറ്റ് ആണ് ആദ്യം ഈ മകൾക്ക് കൊടുത്തത്. ആ ചോക്ലേറ്റിൽ ഈ മാരകമായ മയക്കുമരുന്നിന്റെ അംശങ്ങൾ ഉണ്ടായിരുന്നു. ആ പൊടി അതിലിട്ടിട്ടാണ് കൊടുത്തത്. അത് കഴിക്കുന്നു. അവളുടെ കൽബിൽ പിന്നീട് ആ മിഠായി വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്നു. അവനെ തന്നെ പിന്നെയും കാണുന്നു, എനിക്ക് ആ മിഠായി വേണമെന്ന് പറയുന്നു. പിന്നീട് ആ മിഠായി ഡയറി മിൽക്ക് കൊടുക്കുന്നു, പല ചോക്ലേറ്റുകളും നൽകുന്നു. അങ്ങനെ അതിൽ ആകൃഷ്ടയായി പിന്നത് കിട്ടണമെന്നായി. അങ്ങനെ അവൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതിനെല്ലാം ഈ പെൺകുട്ടി നിന്ന് കൊടുക്കുകയാണ്. വലിയ ദുരന്തത്തിലേക്കാണ് പിന്നീട് അത് എത്തിച്ചേരുന്നത്. ഇപ്പൊ നമ്മുടെ മക്കളുടെ കയ്യിൽ മിഠായി കൊടുക്കുന്നവരുണ്ട്, ചോക്ലേറ്റ് കൊടുക്കുന്നവർ, നമ്മൾ അറിയാതെയാണ് വരിക. ഒരു കുട്ടി, സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ഒരു ചോക്ലേറ്റ് കൊടുക്കുമ്പോ എന്താ അതിലുണ്ട് എന്ന്, എന്താ അതിൽ പ്രശ്നം എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അതിന്റെ പിന്നിൽ വലിയ ലോബികളുണ്ട്. ഈ മിഠായി കൊടുക്കുന്ന വിദ്യാർത്ഥികളുടെ പിന്നിൽ വലിയ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്.
അഊദു ബില്ലാഹ്. സ്വഹബാഡിയായ ഒരു വിദ്യാർത്ഥി കൊടുക്കുന്ന ഒരു മിഠായി നമ്മുടെ മക്കളും കഴിച്ചു പോകൂലേ? അതെന്താ? അത് തന്നാ കഴിച്ചാൽ എന്താ? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയല്ലേ, അവൻ തരുന്ന മിഠായി ഞാൻ ഒറ്റത്തവണ ഇത് കഴിക്കുമ്പോഴേക്ക് ഇതിന്റെ ഉള്ളിൽ പൊടിയിട്ടിട്ടുണ്ടെന്ന് ഇവരറിയില്ല. ഈ പൊടി കലർന്ന ഈ മിഠായി കഴിക്കുമ്പോൾ ആ പെൺകുട്ടി അവനിൽ ആകൃഷ്ടനാവുകയാണ്. ഉമ്മമാരെ, രക്ഷിതാക്കളെ, നിതാന്ത ജാഗ്രത പാലിക്കണം, നല്ല ശ്രദ്ധ വേണം. ഈ മിഠായി ആർക്കും കഴിച്ചൂടെ? ഇതിപ്പോ എന്റെ മകൾക്ക് കഴിച്ചൂടെ? നിങ്ങളുടെ മക്കൾക്ക് കഴിച്ചൂടെ? ഇത് നമ്മുടെ കുട്ടികൾക്ക് ആരെങ്കിലും കൊടുത്താൽ അവർ കഴിച്ചു പോകൂലേ? പോകും. ഈ ഒരു സാഹചര്യത്തെ തടയാൻ നമ്മൾക്ക് എന്ത് കഴിയും എന്നതാണ്. ഒന്നാമതായി നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കൾക്ക് കർശനമായ നിർദ്ദേശം കൊടുക്കണം. പുറത്തുനിന്ന് ലഭിക്കുന്ന ഒരു മിഠായികളും ഒരു ചോക്ലേറ്റുകളും ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങി കഴിക്കരുത്. അഥവാ വാങ്ങിയാൽ തന്നെ ഏതെങ്കിലും വേസ്റ്റ് കൊട്ടയിലേക്ക് കൊണ്ടുപോയിടണം. നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം അവർക്ക് മിഠായി. നിങ്ങൾക്ക് എന്ത് മിഠായി ആണോ വേണ്ടത് ഞാൻ വാങ്ങിച്ചു തരാം. വേറൊരാളുടെ കയ്യിൽ നിന്നും അതിന്റെ ഗൗരവം, അതിന്റെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥകൾ, അതിന്റെ സാഹചര്യങ്ങൾ നല്ല നിലക്ക് മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ല എങ്കിൽ തീർച്ചയായും നിങ്ങളിപ്പോ നോക്ക്, ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് കേൾക്കുന്നത് എന്താണ്? എത്രമാത്രം വേദനാജനകമായ വാർത്തകളാണ് ഓരോ നിമിഷവും നമ്മൾ കേൾക്കുന്നത്. സഹിക്കാൻ കഴിയാവുന്നതിനപ്പുറമാണ്. വിദ്യാർത്ഥികൾ കൂടി ഒരു വിദ്യാർത്ഥിയെ കൊന്നുകളയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ആ കൊന്നുകളഞ്ഞ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. കൊല്ലപ്പെട്ട ഷഹബാസ് എന്ന് പറയുന്ന ആ SSLC പഠിക്കുന്ന ആ കുട്ടിക്കും SSLC എഴുതേണ്ട കുട്ടിയല്ലേ, ആ കുട്ടിയെ കൊന്നുകളഞ്ഞിട്ട്